നമ്മുടെ കേന്ദ്ര മന്ത്രിയായിട്ട് ജോർജ് കുര്യൻ ഇപ്പോൾ സ്ഥാനമേറ്റിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖത്തിൽ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞു വന്ന ഒരു പോയിൻ്റാണ് ഞാനിപ്പോൾ താങ്കളോട് എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക്. അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു സമുദായത്തിൻ്റെയും പ്രതിനിധിയായിട്ടല്ല, സമുദായത്തിൻ്റെ ഇതായിട്ടല്ല. അത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: സമുദായ കോട്ടയിലല്ല, വർക്കിംഗ് കോട്ടയിലാണ് മന്ത്രിസ്ഥാനം ലഭിച്ചതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ നമ്മുടെ ഒരു ദിവസം മുമ്പ് മുൻ സഹമന്ത്രിയായിരുന്ന കേന്ദ്ര സഹമന്ത്രിയായിരുന്ന വി മുരളീധരൻ അദ്ദേഹത്തിനെ ഒരു ക്രിസ്ത്യൻ കോട്ടയിൽ ആണ് എന്ന തരത്തിലുള്ള പ്രസ്താവനയും മന്ത്രിയാക്കിയതെന്നുള്ള പ്രസ്താവന അദ്ദേഹം ഇറക്കിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ജോർജ് കുര്യൻ ഞാനൊരു സമുദായ കോട്ടയിലല്ല കേന്ദ്രമന്ത്രിയായെന്നും വർക്കിംഗ് കോട്ടയിലാണ് കേന്ദ്രമന്ത്രിയായെന്നും പറഞ്ഞിരിക്കുന്നത്. എന്തായിരിക്കും നമുക്ക് ഇതിനെ എങ്ങനെ കാണാൻ പറ്റും? അതിനെ കാണാനൊന്നുമില്ല. ഈ ജോർജ് കുര്യൻ പറഞ്ഞത് അദ്ദേഹം ഒരു മന്ത്രിയാണ്, മന്ത്രി ഒരു സമുദായത്തിൻ്റെ അല്ല. സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അറിയാമല്ലോ, ഇന്ത്യൻ മഹാരാജ്യത്തെ എല്ലാവരെയും ഒരുപോലെ കണ്ടു പോകുന്ന രീതിയിലായിരിക്കും എൻ്റെ പ്രവർത്തനം, ഒന്നിനോടും കൂടുതലും കുറവും ഒന്നും പുലർത്താൻ സാധ്യതയില്ല. പിന്നെ കെ മുരളീധരൻ്റെ അതേ സമയത്ത് ബി ജെ പിയിൽ പ്രവർത്തിച്ചു വന്ന ആൾ തന്നെയാണ് കെ മുരളീധരൻ്റെ അല്ലേ, വി മുരളീധരൻ. ജോർജ് കുര്യൻ എന്ന് പറയുന്ന ആൾക്ക് മന്ത്രിസ്ഥാനം കൊടുക്കുന്നത്, ഇനിയും ജോർജ് കുര്യൻ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ബി ജെ പിയുടെ അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. ഈ ജോർജ് കുര്യൻ, പ്രത്യേകിച്ച് ജോർജ് കുര്യൻ ബി ജെ പി മന്ത്രിസ്ഥാനം കൊടുക്കുന്നതിനകത്ത് ബി ജെ പി ജോർജ് കുര്യന് പ്രത്യേക കൂറുണ്ട്. കാരണം ആരും ക്രിസ്ത്യൻ സമൂഹം തൊട്ടുകൂടായ്മയെ കാണുന്ന കാലം വളരെ പുറകിൽ തന്നെ ജോർജ് കുര്യൻ വളരെ ചെറുപ്പത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയം തൊട്ടേ ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിന്നാണ്. കാരണം നാളെ കാലത്തെ അല്ലെങ്കിൽ ഈ 2024 2014 മുതലുള്ള കാലഘട്ടം ഒന്നും ജോർജ് കുര്യൻ സ്വപ്നം കണ്ടിട്ടുണ്ടാവത്തില്ല. പക്ഷേ അന്നേ ബി ജെ പിയുടെ കൂടെ നിന്നിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം ഒരു മന്ത്രിയാവാൻ അർഹനാണ്. പിന്നെ രണ്ടാമത്, ഈ മന്ത്രിയാവുന്നതിനകത്ത് നരേന്ദ്രമോദിയുടെ ഒരു പ്രത്യേക സന്ദേശവും അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു പ്രത്യേക സന്ദേശവുമുണ്ട്. ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ള കേരളം, അത് മുസ്ലിം ന്യൂനപക്ഷമായാലും ക്രിസ്ത്യൻ ന്യൂനപക്ഷമായാലും, ഇവിടെ ബി ജെ പിക്ക് ശരിയായ രീതിയിലൊരു ഭരണവും സംവിധാനവും ഒക്കെ വരണമെങ്കിൽ ഇവിടുത്തെ ഭൂരിപക്ഷത്തിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷം ഉണ്ടായാൽ മതിയാവത്തുള്ളൂ. അപ്പോൾ വളരെ നാൾക്ക് മുമ്പേ ജോർജ് കുര്യൻ്റെ കെയർ ഓഫിൽ മോദിയും ഇവിടുത്തെ സഭാധ്യക്ഷന്മാരും ഒക്കെ ആയിട്ട് ഒന്ന് രഹസ്യമായിട്ടും പരസ്യമായിട്ടും പറഞ്ഞ നേതാക്കന്മാരും ഒക്കെ ആയിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ചർച്ച നടക്കിയ സമയത്തൊക്കെ ഈ ഒരു സമുദായം എന്നുള്ള രീതിയിൽ അവരാവശ്യപ്പെടുന്നു പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പ്രാതിനിധ്യം ഉണ്ടാവണം, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഗുണം ഉണ്ടാവണം. അപ്പോൾ പ്രാതിനിധ്യം എന്ന് പറഞ്ഞാൽ ആദ്യമേ ഉണ്ടാവേണ്ടത് അവരുടെ ഭാഗത്തുനിന്ന് ഒരു മന്ത്രിയോ അല്ലെങ്കിൽ MLA MP ഒക്കെ ആവണം. അപ്പോൾ കേരളത്തിൽ നിന്ന് ഒരു MP ആവാൻ അവർ സഹായിച്ചത് അവരുടെ സമുദായത്തിൽ നിന്നുള്ള ഒരാളല്ല സുരേഷ് ഗോപി. എന്നാൽ പോലും വളരെ കൃത്യമായിട്ട് സീലോർ മലബാർ സഭയുടെയും തീരദേശ ലാറ്റിൻ കത്തോലിക്സിൻ്റെയും ഒക്കെ കൃത്യമായ വോട്ടറോടമാണ് തൃശ്ശൂർ. അവിടെ നിന്ന് കൃത്യമായ രീതിയിൽ ക്രിസ്ത്യാനികൾ സഹായിച്ചില്ലെങ്കിൽ സുരേഷ് ഗോപി MP ആവത്തില്ല, മന്ത്രി ആവത്തില്ല. അപ്പം അതിനെ സഹായിച്ച ഒരാൾ ജോർജ് കുര്യൻ തന്നെയാണ്. ജോർജ് കുര്യൻ കോട്ടയംകാരനാണ്. അദ്ദേഹത്തിന് സഭകളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്. അദ്ദേഹത്തെ ഈ ദേശീയ ന്യൂനപക്ഷ വൈസ് ചെയർമാനായിട്ട് ഇരുന്നിട്ടുള്ള ആളാണ്. മാത്രമല്ല വളരെ സൗമ്യനായിട്ടുള്ള, എല്ലാ മതക്കാരോടും വളരെ കൃത്യമായിട്ട് ഇടപെടുകയും അല്ലെങ്കിൽ യാതൊരു വേർതിരിവും കാണിക്കാതെ ഇടപെടുകയും ആൾക്കാർക്കെല്ലാം അഭിപ്രായമുള്ളതായിട്ടുള്ള മനുഷ്യൻ. ഇതുവരെ രാഷ്ട്രീയത്തിൽ ഒരു ആൾക്കാരുടെ ഇടയിൽ മോശമായ ചർച്ച ഉണ്ടാക്കാത്ത വ്യക്തിയാണ്. നമ്മൾ പലപ്പോഴും ചാനൽ ചർച്ചകളിലെല്ലാം മറ്റിടത്തെല്ലാം എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാകുന്ന ചർച്ച വന്നാലും അദ്ദേഹത്തിൻ്റെ സൗമ്യമായ മുഖത്തിൽ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു പോകുന്ന ഒരാളാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ബി ജെ പിയുടെ രാഷ്ട്രീയം ന്യൂനപക്ഷ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി കേരളത്തിൽ ഒരു ഭരണം സംവിധാനമൊക്കെ ഉണ്ടാക്കണമെന്നുള്ളതാണ്. അതിന് ന്യൂനപക്ഷങ്ങൾ സഹായിക്കുന്ന ഒരവസ്ഥ വന്നു. അതിൻ്റെ ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുവരെ ഈ ജൂൺ 4 വരെ മണിപ്പൂരിൻ്റെ വിഷയം ഒക്കെ കൃത്യമായ അഭിപ്രായം പറയാത്ത സഭാധ്യക്ഷന്മാരൊക്കെ അഭിപ്രായം പറഞ്ഞു തുടങ്ങി. അതായത് അവർ സത്യം പറഞ്ഞു തുടങ്ങി എന്നുള്ളതാണ്. അവർ സത്യസന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞു. RSS പറഞ്ഞതുപോലെ അതിനകത്ത് ഇടപെടണം. മാത്രമല്ല അവിടെ നടക്കുന്നത് സാമുദായിക സംഘർഷമല്ല, രണ്ട് ജാതികൾ തമ്മിലുള്ള സംഘർഷമല്ല. അവിടെ രണ്ട് ഈ നമ്മുടെ എന്താ പറയുന്നത് ഈ കുലങ്ങൾ സമുദായങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയല്ല, രണ്ട് വംശങ്ങൾ തമ്മിൽ. കാരണം അത് തമ്മിലുള്ളതാണ്. അപ്പോൾ അതൊക്കെ അറിയാമെങ്കിൽ പോലും അത് പറയാൻ ഇതുവരെ സഭാ മേലധ്യക്ഷന്മാർ തയ്യാറായിരുന്നില്ല. അപ്പോൾ സഭാ മേലധ്യക്ഷന്മാർക്ക് BJPയോട് വിശ്വാസമായി തുടങ്ങി. ഇപ്പം കേരളത്തിലെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യാനിക്ക് നേതാവില്ല ഒരു പാർട്ടിക്കകത്ത്. പണ്ടത്തെ കൂട്ടല്ല. പണ്ട് KM മാണി ഉണ്ടായിരുന്നു, AK ആന്റണി ഉണ്ടായിരുന്നു.
കോൺഗ്രസിനകത്തു നിന്ന്, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും സമ്മതനായ നേതാവാണെങ്കിൽ പോലും ക്രിസ്ത്യാനിക്കും അവർക്ക് അവരുടെ ഭാഗത്തു നിന്നുള്ള അദ്ദേഹത്തിന് അവർക്കൊരു അത്താണിയാണ്, മനസ്സിലായി. ബാക്കിയുള്ളവർക്കൊന്നും അദ്ദേഹം മോശക്കാരൻ, എല്ലാവരോടും ഒരുപോലെ ഇടപെട്ട് വളരെ നല്ലൊരു മനുഷ്യനാണ്. പക്ഷേ ക്രിസ്ത്യാനിക്ക് ഒരു നേതാവുണ്ടായിരുന്നു. ഇപ്പോൾ ക്രിസ്ത്യാനികൾ MP MLA മാരുണ്ടെങ്കിലും ക്രിസ്ത്യാനിക്ക് എടുത്തു കാണിക്കത്തക്കോണം അല്ലെങ്കിൽ സഭയ്ക്ക് താല്പര്യമുള്ളതും സഭയുടെ കാര്യങ്ങൾ ഇന്നാളെ ഏൽപ്പിച്ചു വിട്ടാൽ നടക്കുമെന്ന് കാണുന്ന ഒരു നേതാവ് കോൺഗ്രസിനകത്തും ഇല്ല, CPM-നകത്തും ഇല്ല. ഇപ്പൊ നമ്മള് പിന്നെ ഈ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചതിന്റെ കാര്യത്തിൽ ക്രിസ്ത്യൻ സഭകളുടെ പ്രധാന ഒരു പങ്കുണ്ടെന്നും പ്രത്യേകിച്ച് ലത്തീൻ സഭയുടെ ഒരു പ്രധാന പങ്കുണ്ടെന്നും പറയുമ്പോഴും തിരുവനന്തപുരത്ത് ഒരു പ്രധാനപ്പെട്ട വോട്ട് കേന്ദ്രമാണ് ലത്തീൻ കാത്തലിക് സിന്തണ്ട വിഭാഗം. പക്ഷെ അവരെന്തുകൊണ്ടാണ് ഈ രാജീവ് ചന്ദ്രശേഖരെ സഹായിക്കാതെ സുരേഷ് ഗോപിയെ സഹായിക്കുകയും ചെയ്തു, രാജീവ് ചന്ദ്രശേഖരെ സഹായിക്കുകയും ചെയ്തില്ല എന്നുള്ള ഒരു അവസ്ഥ? രണ്ട് സഭ നന്ദൻചേട്ടനെ ഒരാൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങളുടെ കൃത്യമായിട്ട് ഇടപെടത്തുള്ളൂ. രാജീവ് ചന്ദ്രശേഖർ ഇങ്ങോട്ട് വന്നിറങ്ങി ഞാനെല്ലാം സഹായിക്കാമെന്ന് പറയുന്നതിൻ്റെ സമയവും സുരേഷ് ഗോപി അവിടെ നിന്ന് കാണിച്ച വ്യത്യാസമുണ്ട്. സുരേഷ് ഗോപി 10 കൊല്ലം കൊണ്ട് ആ ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിലുണ്ട്. പിന്നെ മാത്രമല്ല സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിത്വത്തെ അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇദ്ദേഹം എന്താണ് മൊത്തത്തിൽ തിരിച്ചറിഞ്ഞു. ഈ പച്ചയായ മനുഷ്യനാണ് ഇദ്ദേഹം, ഒരു മനുഷ്യസ്നേഹിയാണ് ഇദ്ദേഹം. ഏത് പാർട്ടി എന്നുള്ളതല്ല, അയാളെ നമ്മൾക്ക് ആവശ്യമാണ്. അപ്പോൾ അവിടുത്തെ ആൾക്കാർ ചെന്ന് പറയുന്ന കാര്യങ്ങൾ അതുപോലെ അവർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായി. ഈ തീരദേശത്തും അതുപോലെ ഈ നമ്മളീ പറയുന്ന കണക്ക് ഇവരിപ്പം കോൺഗ്രസിനോ അല്ലെങ്കിൽ ഒരു വർഗീയ ധ്രുവീകരണത്തിൽ വോട്ട് ചെയ്യുന്നതൊക്കെ പറഞ്ഞാലും കൃത്യമായവർക്ക് അവർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു മനുഷ്യൻ അവരുടെ മുമ്പിൽ അവതരിക്കാമെങ്കിൽ അവർ ഇതുപോലെ വോട്ട് ചെയ്യും. അത് ഇവിടുത്തെ തിരുവനന്തപുരത്തെ BJP-യുടെ കുഴപ്പമാണത്. ഇത് വളരെ കാലം BJP-യുടെ കൃത്യമായിട്ട് അവരുടെ ഭാഗമാക്കാൻ പറ്റാത്തതിന്റെ കുഴപ്പമാണ്. മനസ്സിലായി പറ്റുന്നില്ല. ഇത്രയും കാലം കൊണ്ട് 15 കൊല്ലം കൊണ്ട് ശശി തരൂർ എന്ന് പറയുന്ന കാര്യമായിട്ട് അവിടെ ഒന്നും ചെയ്തിട്ടില്ല, തീരദേശ പ്രദേശത്തും ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അവർ കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ വോട്ട് ചെയ്ത് ശീലിച്ചവരാണ്. അതിപ്പോഴും ശശി തരൂർ മുതലാക്കി. അങ്ങനെ വോട്ട് ചെയ്ത് ശീലിക്കുന്നതിനപ്പുറം ഞങ്ങൾക്ക് വോട്ട് ചെയ്താൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കുമെന്നുള്ളൊരു സന്ദേശം ഈ 15 കൊല്ലത്തിനകത്തും അവിടുത്തെ BJP കൊടുക്കാൻ സാധിക്കാമെന്ന് പറഞ്ഞാൽ നമ്മളിനി അവർ നമ്മളെ കുറ്റം പറഞ്ഞാലും അത് BJP-യുടെ കുഴപ്പമാണെന്നേ പറയാൻ നോക്കൂ. ഈ BJP-യുടെ ഒരു രാഷ്ട്രീയ വിജയം എന്ന് പറഞ്ഞാൽ അത് തിരുവനന്തപുരം ജയിക്കേണ്ടത് ആദ്യമായിട്ട്. മറ്റേ രാഷ്ട്രീയ വിജയം അല്ലെന്നല്ല, BJP-ക്ക് പങ്കില്ലെന്നല്ല പറയുന്നത്. BJP-ക്കും സുരേഷ് ഗോപിക്കും ഒരുപോലെ പങ്കുള്ളത് കൊണ്ടാണ് അവിടെ ജയിക്കാൻ സാധിക്കുന്നത്. പക്ഷേ അതിനെക്കാട്ടിൽ എളുപ്പം ഇവിടെ BJP ജോലി ചെയ്തായിരുന്നെങ്കിൽ ജയിക്കാമായിരുന്നു തിരുവനന്തപുരത്ത്, മനസ്സിലായി, അല്ലെങ്കിൽ ആറ്റിങ്ങിൽ ജയിക്കാമായിരുന്നു. അപ്പോൾ അത് BJP-യുടെ കുഴപ്പം. അത് BJP തിരിച്ചറിഞ്ഞ് നാളെ കാലത്ത് കൃത്യമാക്കാൻ ജയിക്കാൻ പറ്റും. അപ്പോൾ അതാണ് അവിടുത്തെ തീരദേശം ഇവിടെ തീരദേശവും തമ്മിലുള്ള വ്യത്യാസം. ഈ ജനങ്ങൾ നമ്മളെ തിരിച്ചറിഞ്ഞ് നമ്മൾ നല്ലവനാണെന്ന് കണ്ടാൽ ഏത് പാർട്ടിയുടെ നേതാക്കന്മാരെ അവർ അക്സെപ്റ്റ് ചെയ്യും. ജനങ്ങളുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പാർട്ടി ഒന്നും നോക്കുന്ന ഒരു അവസ്ഥയൊന്നും ഉണ്ടാകത്തില്ല. ചില നേതാക്കന്മാരെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഈ കുര്യന്റെ ഈ ഒരു മന്ത്രിസ്ഥാനം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ ന്യൂനപക്ഷ പ്രാതിനിധ്യം കൊടുത്തപ്പോൾ കേരളത്തിലെ ന്യൂനപക്ഷത്തിലെ ഒരു വിഭാഗം, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗം പ്രധാനമായിട്ടും ഈ BJP വിരുദ്ധ മനോഭാവമാണ് നടത്തിക്കൊണ്ടത്. അത് ഏത് രാഷ്ട്രീയ പാർട്ടികളായിരുന്നാലും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആ ന്യൂനപക്ഷ മുസ്ലിം വിഭാഗം ഒരു മോദി വിരുദ്ധ BJP വിരുദ്ധ പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പൊന്നാനിയിൽ ജയിച്ചിരുന്നുവെങ്കിൽ, അല്ലേ, പൊന്നാനിയിലാണ് തോന്നുന്നത് ആ സ്ഥാനാർത്ഥി ജയിച്ചിരുന്നുവെങ്കിൽ മന്ത്രിയായതിനെന്ന് ഇപ്പോൾ ചില മുസ്ലിം ആൾക്കാർക്ക് ഒരു തിരിച്ചറിവ് വന്നിരിക്കുന്നു. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് ഉണ്ടാക്കാൻ കൂടി ഈ കുര്യൻ്റെ മന്ത്രിസ്ഥാനം പ്രയോജനപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കുന്നില്ല അവർക്ക് തിരിച്ചറിവ് ഉണ്ടാവാഞ്ഞിട്ടൊന്നുമല്ല. അവർക്ക് അവിടെ ഇപ്പോൾ ഹംസ ജയിച്ചു കഴിഞ്ഞാൽ അവിടെ ഹംസ ജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മന്ത്രിയാവും എന്നുള്ള കാര്യം നമ്മൾക്കറിയാവുന്ന പോലെ അവർക്കും അറിയാം. പക്ഷേ അത് BJP-യുടെ ഭാഗമായിട്ട് ഹംസ ജയിച്ച് അവിടെ മന്ത്രി ആവണ്ടെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു ഹംസയല്ല അവർക്ക് വിഷയം. കേന്ദ്രത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയും ആ നരേന്ദ്രമോദിയുടെ പുറകിലുള്ള BJP-യുമാണ്. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഈ ന്യൂനപക്ഷ സമുദായം അല്ലെങ്കിൽ ഈ മുസ്ലിം ന്യൂനപക്ഷ സമുദായം ഇന്ത്യയിലുടനീളം ഒരേ പാറ്റേണിൽ വോട്ട് ചെയ്യുന്നത്. അല്ലെ വേറെ ഒരു ന്യൂനപക്ഷം അങ്ങനെ ഒരേ പാറ്റേണിൽ വോട്ട് ചെയ്യുന്നില്ലല്ലോ. ഒരേ പാറ്റേണിൽ അവർ വോട്ട് ചെയ്യണമെങ്കിൽ അവർക്ക് കൃത്യമായ ഒരു അജണ്ടയുണ്ട്. അവരുടെ അജണ്ടയ്ക്ക് അനുസരിച്ച് അവർ വോട്ട് ചെയ്യുന്നു. അല്ലാതെ അവർക്ക് ഹംസ ജയിച്ചാൽ മന്ത്രിയാവത്തില്ലെന്നൊരു അവർക്ക് നമുക്കറിയാവുന്നതിനെക്കാട്ടി കൂടുതലായിട്ട് അവർക്കറിയാം. പക്ഷേ അങ്ങനത്തെ ഒരു മന്ത്രി ഇപ്പം ഞങ്ങൾക്ക് വേണ്ട. ആ ഹംസ ജയിച്ച് മന്ത്രിയാവുന്നതിനെക്കാട്ടിൽ അവർക്ക് ഇഷ്ടം ഹംസ തോറ്റാലും അവർ BJP-ക്ക് അപ്പുറമുള്ള കോൺഗ്രസോ അതിനപ്പുറമുള്ള വേറെങ്കിലും പാർട്ടിയിലെ ആൾക്കാർ വന്ന് മന്ത്രിയാവുന്നതാണ് അവർക്ക് കൂടുതൽ താല്പര്യം. അതുകൊണ്ടാണ്, അല്ലാതെ അതുകൊണ്ട്. പിന്നെ ന്യൂനപക്ഷ മന്ത്രി എന്നുള്ള രീതിയിൽ ജോർജ് കുര്യൻ ഇപ്പം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിൽ നിൽക്കുന്ന ന്യൂനപക്ഷങ്ങളെ വേർതിരിച്ച് കാണാനൊന്നും നോക്കത്തില്ല. അങ്ങനെ കാണുന്ന ഒരു സമീപനം പുള്ളി എടുക്കത്തുമില്ല. അങ്ങനെ കാണുന്ന സമീപനം കഴിഞ്ഞ 10 കൊല്ലം നരേന്ദ്രമോദി എടുത്തിട്ടില്ല. നരേന്ദ്രമോദി കേരളത്തിൽ ഉൾപ്പെടെയുള്ള പള്ളിക്ക് ഗ്രാൻഡ് കൊടുക്കുന്നതും ന്യൂനപക്ഷത്തിന് ഗ്രാൻഡ് കൊടുക്കുന്നതും ഹജ്ജിന് ഗ്രാൻഡ് കൊടുക്കുന്നതും കഴിഞ്ഞ 55 കൊല്ലം ഇവിടുത്തെ ഗവൺമെന്റ് കൊടുത്തതിനപ്പുറം കൊടുത്തതാ. പക്ഷേ എന്നാലും അവർ നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യുന്ന അവസ്ഥയില്ല. അതിനകത്തെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു
നമ്മൾ ഈ ഫേസ്ബുക്കിനകത്തൊരു നമ്മുടെ യൂട്യൂബർ വട്ടം നടന്ന് എല്ലായിടത്തും ചോദിക്കും, ഓരോ പിള്ളേർത്തും ചോദിക്കുമ്പോൾ, മുസ്ലിം പിള്ളേർത്ത് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മതമാണോ രാജ്യമാണോ വലുത്? അന്നേരം അവർ പറയുന്നത് എനിക്ക് മതമാണ് വലുത്. ക്രിസ്ത്യൻ കുട്ടികളുടെടുത്തും ഹിന്ദു കുട്ടികളുടെടുത്തും ചോദിച്ചു നിങ്ങൾക്ക് മതമാണോ ജാതിയാണോ വരുന്നത്? അപ്പൊ അവർ പറയുന്നത് ഞങ്ങൾക്ക് രാജ്യമാണോ വരുന്നത്. ഈ ഒരു തിരിച്ചറിവ് ഇവർക്ക് ഇപ്പോൾ ഉണ്ടാകും. അതായത് ഇപ്പോ ഈ നമ്മുടെ ഈ ക്രിസ്ത്യൻ സഭാ മേലധ്യക്ഷന്മാരൊക്കെ നമ്മുടെ മണിപ്പൂരിലെ വിഷയങ്ങൾ തന്നെ തിരിച്ചറിവുണ്ടായി സംസാരിച്ച് തുടങ്ങിയപ്പോൾ അത്തരം പിന്നെ ക്രിസ്ത്യൻ സഭകളെല്ലാം BJPയോട് അടുക്കാൻ സാധ്യതയുണ്ടെന്നും ആ അധികാരത്തിൻ്റെ പവറിൽ നിന്നും അവർക്ക് കിട്ടേണ്ടത് അവർ അത്യാവശ്യം ഉപയോഗിച്ചെടുക്കാൻ സാധ്യതയുണ്ടെന്നും മനസ്സിലാകുമ്പോൾ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് ആ ഒരു തിരിച്ചറിവ് ഇനി ഉണ്ടാകുമോ? അതോ അവരിപ്പോഴും വെള്ളിയാഴ്ച ഇല്ലാത്തവരായിട്ട് വെറും BJP മോദി വിരുദ്ധരായിട്ട് എന്നും തുടരുമോ? എന്തായിരിക്കും സംഭവം? അല്ല, അതിനെപ്പറ്റി പറയുമ്പോൾ ഇപ്പം അങ്ങനെ പറയുമ്പോൾ മുസ്ലിം ലീഗ് നാളെ കാലത്ത് BJPയുടെ ഘടകകക്ഷിയാവണം. ആ ഒരു അവസ്ഥ വന്നുകൂടായികയില്ല. കാരണം മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരൊക്കെ ശകലോടെ മുന്തിയ രീതി ചിന്തിക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. എപ്പോഴും ഈ ജാതിയും മതത്തിൻ്റെയും പേരിൽ ഈ ആൾക്കാർ ഉപയോഗിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് വെറും ഈ പറഞ്ഞ പോലെ വെളും വെള്ളിയാഴ്ച ഇല്ലാത്ത പട്ടിണി കോലങ്ങളെ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള തിരിച്ചറിവ് ഉണ്ടായാൽ അവർക്ക് കൊള്ളാം. എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു സങ്കല്പം അനുസരിച്ച് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിൻ്റെ പുറകിൽ രാമക്ഷേത്രവും അല്ലെങ്കിൽ പല ഹിന്ദു ധ്രുവീകരണത്തിനുള്ള ജാഥകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. ആ ലൈനിൽ നിന്ന് വളരെ കുറച്ച് പിന്നോട്ട് പോയപ്പോഴാണ് അവർക്കിപ്പോൾ ഈ ഒരു അവസ്ഥ ഉണ്ടായത്. അവർ വീണ്ടും ആ ലൈനിൽ തന്നെ മുന്നോട്ട് പോകാനാണ് സാധ്യത. കാരണം ഈ രാജ്യത്തിന് പുരോഗതി ഉണ്ടാക്കുന്ന കാര്യത്തിനകത്തും അല്ലെ രാജ്യത്തെ ജനങ്ങൾക്കെല്ലാം പുരോഗതി ഉണ്ടാക്കുന്ന കാര്യത്തിനകത്തൊന്നും പുറകിൽ പോകത്തില്ലെങ്കിലും അവരെ സഹായിക്കുന്ന ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയും, അല്ലെങ്കിൽ അവർക്കപ്പുറം വോട്ട് കൊടുക്കാത്ത ആൾക്കാരെ വേണ്ട എന്ന് തീരുമാനിച്ചു പോകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും. അപ്പം അവരുടെ കൂടെ ചേർന്ന് നിന്ന് മുന്നോട്ട് പോകുന്നതായിരിക്കും മുസ്ലിം സമുദായത്തിന് നല്ലത്. അവരുടെ കൂടെ ചേർന്ന് നിന്ന് മുന്നോട്ട് പോകുന്നതാണ് നല്ലതെന്ന് ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് തോന്നി. അതുകൊണ്ട് അവർ പരസ്പരം കൂടിച്ചേരി നിൽക്കാമെന്ന് പരസ്പരം ബോധ്യമായതുകൊണ്ടാണ് ഇപ്പോൾ കുര്യനെ മന്ത്രിയാക്കിയത്. കുര്യൻ അതിന് അർഹനാണ്. കുര്യൻ BJPക്കാരനാണ്. ഒരു സുപ്രഭാതത്തിൽ കുര്യനെ പിടിച്ച് ക്രിസ്ത്യാനി ആയതുകൊണ്ട് മന്ത്രിയാക്കിയതല്ല. കുര്യൻ എനിക്ക് മനസ്സിലാവുന്നിടത്തോളം വളരെ വൃത്തിയായിട്ട് നല്ല രീതിയിൽ ഈ മന്ത്രിസഭയിൽ അദ്ദേഹത്തെ ഏൽപ്പിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി. അല്ലെങ്കിൽ സമുദായത്തിനും നമ്മുടെ കേരളത്തിനും രാജ്യത്തിനും ഒക്കെ ഒരു നല്ല മന്ത്രി എന്നുള്ള പേര് ഉണ്ടാവുന്നതാണ് നമ്മുടെ അഭിപ്രായം. അപ്പോൾ എന്തായാലും കുര്യൻ മന്ത്രിയെ ആക്കിയപ്പോൾ ക്രിസ്ത്യൻ സഭകൾക്കുണ്ടായ ആ തിരിച്ചറിവ്, ആ ഒരു ബോധം, രാജ്യം എന്നുള്ള ഒരു ബോധവും ആ തിരിച്ചറിവും നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിം സമുദായങ്ങളോട് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മുസ്ലിം സമുദായങ്ങൾ നമ്മുടെ ഇന്ത്യയിലെങ്കിലും മുസ്ലിം സമുദായം ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്ത്യക്കാരെല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കുക. അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. രാജ്യത്തിൻ്റെ പുരോഗതിയും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ നന്മയൊക്കെ വേണ്ടി ഒന്നിച്ച് നിൽക്കുക. പള്ളിയിൽ പോകണ്ട, അമ്പലത്തിൽ പോവുക. രാജ്യം എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്നിച്ച് നിന്ന് മുന്നോട്ട് പോയാൽ ആ തിരിച്ചറിവ് ഉണ്ടാകണം. എന്തായാലും കുര്യനിലൂടെയെങ്കിലും ഇവിടുത്തെ കേരളത്തിലെ മുസ്ലിം സമുദായങ്ങളും കൂടെ ഉണ്ടാകട്ടെ. ആ തിരിച്ചറിവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. പറയാം. ഓക്കെ, അതെ.